ഹായ്, ഐ എം അശ്വതി രാമൻ. ആങ്സൈറ്റി എന്നത് വെറും ഒരു പേടിയല്ല. അത് നമ്മുടെ ശരീരം അപകടങ്ങളെ നേരിടാൻ കാണിക്കുന്ന ഒരു റെസ്പോൺസാണ്. പക്ഷേ ഒരു കാര്യവുമില്ലാതെ എപ്പോഴും പരിഭ്രമം തോന്നുക, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആങ്സൈറ്റി ഉള്ളപ്പോൾ മനസ്സിൽ എപ്പോഴും മോശമായതെന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നലുണ്ടാകാം. നെഞ്ചിടിപ്പ് കൂടുക, കൈകാലുകൾ വിറയ്ക്കുക, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുക, ഇതൊക്കെ ഇതിൻ്റെ ശാരീരിക ലക്ഷണങ്ങളാണ്. പലപ്പോഴും ഭാവിയിലെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചാണ് നമ്മൾ വേവലാതിപ്പെടുന്നത്. എന്തെങ്കിലും പറ്റിപ്പോകുമോ, ആളുകൾ എന്ത് വിചാരിക്കും തുടങ്ങിയ ചിന്തകൾ മനസ്സിനെ എപ്പോഴും അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും. ഇത് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്തത് കൊണ്ടുണ്ടാകുന്നതാണ്. പേടിക്കേണ്ട, എല്ലാം ശരിയാകുമെന്ന് മറ്റുള്ളവർ പറയുന്നത് കേട്ടാൽ പെട്ടെന്ന് മാറുന്ന ഒന്നല്ല ഇത്. നമ്മുടെ തലച്ചോറിലെ അമിഗ്ഡാല എന്ന ഭാഗം അമിതമായി പ്രവർത്തിക്കുമ്പോഴാണ് ഇത്തരത്തിൽ അനാവശ്യമായ ഭയം ഉണ്ടാകുന്നത്. നമ്മുടെ ചിന്തകളും വികാരങ്ങളും തമ്മിലുള്ള ബാലൻസ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണിത്. പക്ഷേ ഓർക്കുക, ആങ്സൈറ്റി മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ്. കൃത്യമായ കൗൺസിലിങ്ങിലൂടെയും തെറാപ്പിയിലൂടെയും നമുക്ക് മനസ്സിനെ തിരികെ കൊണ്ടുവരാൻ സാധിക്കും. ഇതിനായി മലയാളികൾക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്ന കൗൺസിലിംഗ് പ്ലാറ്റ്ഫോമാണ് കൂട്ട്. സേഫായ, ജഡ്ജ്മെൻ്റ് ഇല്ലാത്തൊരിടത്തിൽ ഹെൽപ്പ് തേടുന്നത് ഒരു പോസിറ്റീവ് സ്റ്റെപ്പാണ്. നിങ്ങളുടെ ഇമോഷൻസ് മനസ്സിലാക്കുന്ന മലയാളി തെറാപ്പിസ്റ്റുകളാണ് കൂട്ടിലുള്ളത്. 749 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കൗൺസിലിംഗ് സഹായം ലഭ്യമാണ്. ഇതിനായി ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് അനുയോജ്യമായൊരു സൈക്കോളജിസ്റ്റിനെ തിരഞ്ഞെടുക്കുക. പിന്നീട് ഓൺലൈൻ കൺസൾട്ടൻസിയിലൂടെ തെറാപ്പിസ്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് ഞങ്ങൾ ട്രാക്ക് ചെയ്യുകയും ആവശ്യമായ സപ്പോർട്ട് തുടർച്ചയായി നൽകുകയും ചെയ്യും. കൂട്ട്, നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാൾ എപ്പോഴും അടുത്തുണ്ട്. കൂട്ടിനുണ്ട് കൂട്ട്.